ഹലോ ഗൈസ്, നമുക്കിന്ന് VLCCയുടെ വൈറ്റനിങ് ഫേഷ്യൽ കിറ്റ് ഉപയോഗിക്കാം. ഇത് 5 സ്റ്റെപ്പ് ഉണ്ട് ഇതിനകത്ത്. ലോങ് ലാസ്റ്റിംഗ് ഗ്ലോയ്ക്ക് വേണ്ടിയുള്ളതാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ക്ലൻസർ കം ടോണർ വരുന്നത്, വിത്ത് കംഫറി ആൻഡ് അലോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം നമ്മൾ വെറ്റ് കോട്ടൺ കൊണ്ട് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഹാൻഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് അതിന് ശേഷം ഒരു കോട്ടൺ കൊണ്ടോ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ശേഷം സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പം ഇങ്ങനൊരു പാക്കിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് കൺസിസ്റ്റൻസി. ഇതിനകത്ത് ഫേഷ്യൽ സ്ക്രബ് വിത്ത് സിൽവർ ആൻഡ് ഗ്ലിസറിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് കയ്യിലെടുത്തു ശേഷം പതിയെ ഫേസിലങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഫേഷ്യൽ കിറ്റൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിന് മുന്നേ ഇങ്ങനത്തെ ഫേഷ്യൽ പാർലറിൽ പോലും പോയി ഞാൻ ചെയ്യാറില്ല. ജസ്റ്റ് കിട്ടിയപ്പോൾ ഒന്ന് കൗതുകത്തിൽ ഞാനങ്ങ് മേടിച്ചു നോക്കുന്നു എന്നുള്ളൂ. ഇത് നമ്മൾ തേച്ച ശേഷം നമ്മുടെ സ്കിന്നിലൊരു ബേണിങ് സെൻസേഷൻ വന്നു. എന്താണെന്നറിയില്ല. അത് പയ്യെ സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ പിന്നെ നല്ലതായിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് നോക്കി. ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞപ്പം നല്ലൊരു റിഫ്രഷിങ് ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു. നല്ല സ്കിന്നൊക്കെ. എനിക്കൊരു ചെറിയൊരു പിമ്പിൾ ഉണ്ടായിരുന്നു, അത് പോയി ഈ ഫേഷ്യലിന് ശേഷം. മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ ഒരു ഫേഷ്യൽ മസാജ് ജെല്ലാണ് വിത്ത് അലോവേറ ആൻഡ് ഹൈഡ്രോലൈസ്ഡ് പേൾ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് പയ്യെ മസാജ് ചെയ്ത് കൊടുക്കുന്നു. അതിൽ ഇവരെ പറയുന്നതെന്ന് വെച്ചാൽ മസാജ് ജെന്റ്ലി ടിൽ ഇറ്റ് അബ്സോർബ്ഡ്. അത് അബ്സോർബ് ആവുന്നവരെ നമ്മൾ പയ്യെ മസാജ് ചെയ്ത് കൊടുക്കുന്നു. നല്ലൊരു കൂളിംഗ് എഫക്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ വൺ ഹാൻഡ് കൊണ്ട് ഇപ്പോൾ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നതുകൊണ്ടാണ് എനിക്കിപ്പം നല്ല പോലെ ഫേസിൽ സ്പ്രെഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത്. ഇങ്ങനെ തന്നെ മസാജ് ചെയ്യുമായിരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ഫേസിൻ്റെ ഓരോരോ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലത്. സോ നിങ്ങളും നല്ലപോലെ ഫേസ് മസാജ് ചെയ്യുക. ഇറ്റ്സ് ഗുഡ്. പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് വിത്ത് വീറ്റ് ജെം ഫേഷ്യൽ ക്രീമാണ്. വിത്ത് വീറ്റ് ജെം ആൻഡ് അലാറ്റോണിൻ എന്നാണ് പറയുന്നത്. ഇതാണ് കൺസിസ്റ്റൻസി. അതൊരു ഇച്ചിരി സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കട്ടിക്കുള്ളൊരു ഫേസ് ക്രീം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മളത് എടുത്ത ശേഷം പയ്യെ 2 കൈ കൊണ്ട് ഞാനങ്ങ് സ്പ്രെഡ് ചെയ്യുവാണേ. ഇങ്ങനത്തെ സാധനമൊന്നും ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് എങ്ങനായിരിക്കും എന്നുള്ളൊരു കൗതുകത്തിൽ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. അത് മസാജ് ചെയ്ത് കൊടുക്കുക. പയ്യെ മസാജ് 8-10 മിനിറ്റ് വെച്ച ശേഷം വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ അടുത്ത 5ാമത്തെ സ്റ്റെപ്പാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫേഷ്യൽ പാക്കാണ് ടർമറിക് ആൻഡ് ഗ്രേപ്പ് സീഡ്. ഇത് ഈ ചെയ്ത സ്റ്റെപ്സിൽ ഏറ്റവും സത്യം പറഞ്ഞാൽ എഫക്റ്റീവായിട്ടുള്ള സാധനം ഇതാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു പിമ്പിൾ ഉണ്ടായിരുന്നു. അത് ഈ മാസ്ക് ഇട്ട ശേഷം അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്ത ശേഷം അത് പോയി, ഫുള്ളി ഡിസപ്പിയർ ആയിരുന്നു. അത് എടുക്കാനൊക്കെ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി ടാസ്ക് ആയിരുന്നു. അല്ലെങ്കിൽ വലിയ സീനൊന്നുമില്ല, നോർമലി നമുക്ക് പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇതെടുത്തിട്ട് ഇനി സ്പ്രെഡ് ചെയ്യുക. നോർമലി നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് എങ്ങനെയാണോ, ഇച്ചിരി ഒരു തിക്നെസ് ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വൈറ്റ് വാഷ് അടിക്കുന്ന പോലെ അങ്ങ് മുഖത്ത് തേക്കുവാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഈ സാധനമാണ് എനിക്ക് ഈ 5 സ്റ്റെപ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മുഖത്തൊക്കെ നല്ലൊരു ഫേസിൽ ഭയങ്കര ഒരു എഫക്റ്റാണ്. ഇങ്ങനെയാണ് ശേഷം ഒരു 8-10 മിനിറ്റ് വെച്ച ശേഷം നമ്മൾ വാഷ് ഓഫ് ചെയ്യണം. ശേഷം സ്കിൻ കൊള്ളാം, നല്ല അടിപൊളി പാക്ക് കൊള്ളാം. ഓക്കെ, ബൈ.